നല്ല രസമുണ്ട്. ഇൻട്രോ ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനെക്കാട്ടി ഹൈപ്പ് ഈ പടത്തിന് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. സെക്കൻഡ് ഹാഫും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് പടം എക്സ്ട്രീമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ലോകേഷിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞ വയലൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വയലൻസ് ഇല്ല. എന്നാലും രജനീകാന്തിൻ്റെ മാസ് അവനെ കൊണ്ട് എത്ര കാണിക്കാൻ പറ്റുമോ അത്രയും ലോകേഷ് അതിൽ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രീമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ ഏകദേശം പടം ഫുള്ള് കംപ്ലീറ്റ് കണ്ടതുപോലെ തന്നെയാണ്. ബാക്കി ഹാഫിന് കൂടെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈറ്റിൽ കാർഡ് അല്ല ഇത്, രജനീകാന്തിൻ്റെ ഒരു വേറൊരു വെർഷൻ പോലെയാണ് ഈ ടൈറ്റിൽ കാർഡ് കാണുന്നത്. ഇൻട്രോൽ പഞ്ച് ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഒരു ആവറേജ് എന്ന് പറയാം, കുഴപ്പമില്ല. ഒരു പോലൊരു സംഭവം ഉണ്ട് ഇൻ്റർവെൽ നിൽക്കുമ്പോൾ. അത് ഇനി അങ്ങോട്ട് എങ്ങനെ വർക്കൗട്ട് ആവുന്ന ഇൻ്റർവെൽ കഴിയുമ്പോൾ പറയാം. ചെറിയൊരു പോർഷൻ മാത്രമേ കണ്ടോളൂ. എങ്ങനെയുണ്ട് തലവർ കൊള്ളാം. പേട്ടയിൽ എത്ര വന്നിട്ടില്ല. ഈ ഇടയ്ക്ക് കണ്ടതിൽ പേട്ട തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാർത്തിക് സുബരാജിൻ്റെ വർക്കിനെ ഇതുവരെ മറികടന്നിട്ടില്ല ലോകേഷ്. അത്രയ്ക്കില്ല, എന്നാലും ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇനി സെക്കൻഡ് ഹാഫിലായിരിക്കും കൂടുതലെന്ന് തോന്നുന്നു. ഇതുവരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാറ്റമുണ്ട്. അല്ല, സ്ഥിരം ലോകേഷ് ഇത് തന്നെ തന്നെയാണ്. ഇന്റർവൽ പഞ്ചൊക്കെ അങ്ങനെ ഭയങ്കര സംഭവം എന്ന് പറയാനുണ്ടോ? ഭയങ്കര സംഭവമല്ല. ലിയോർ എത്ര വന്നിട്ടില്ല എങ്കിലും കൊള്ളാം. ഫസ്റ്റ് ഹാഫല്ലോ, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ബാക്കി പറയാം. മോനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. സോബിൻ്റെ അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ഇന്റർവെല്ലിലെ കത്തി നിൽക്കാൻ കയറും. തലവൻ്റെ വിളയാട്ടം. ഫസ്റ്റ് ഹാഫ് എന്തോ കുറച്ച് എനിക്ക് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇനിയപ്പോൾ അതെല്ലാം കൂടെ സെക്കൻഡ് ഹാഫിൽ കൊണ്ട് അടിച്ച് കയറുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുകയാണ്. സൗബിന് നല്ലൊരു എൻട്രിയാണ് കിട്ടിയിരിക്കുന്നത്. നാഗാർജുനയും കുഴപ്പമില്ല, പക്ഷെ എന്തോ പുള്ളിയുടെ ഒരു നമുക്ക് ആ ഒരു ഗൂസ്ബംസ് സംഭവം വരുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്തോ തലവരുടെ അറിയില്ല, ഒരു 74 വയസ്സ് ഒരാളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ലിയോയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ ഇതൊന്നുമല്ല കേട്ടോ. ലിയോ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എൻഗേജിങ് ആയിട്ട് കിടിലുമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഒരു എന്തോ ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ അടിച്ച് കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ താളത്തിലാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫിൽ കുറേ കൂടെ സ്പീഡ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ കുറേ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. അനിയുടെ ബാക്ക്ഗ്രൗണ്ട് സൂപ്പറാണ്. പിന്നെ ഫുള്ള് കഥയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കഥയാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് ഹാഫ് നമ്മളൊരു ഭയങ്കരമായിട്ടൊരു ഇതിൽ നിർത്തിയേക്കാ പടം. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആ പാട്ട് അടിപൊളിയല്ലേ, സൂപ്പറാണ്. സൗബിൻ്റെ ഡാൻസ് പൊളിയാണ്. അല്ല കേട്ടോ, ഫസ്റ്റ് ഹാഫ് ആയതല്ലേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.